ഞാൻ ശ്രീയമ്മ, പാലക്കാടാണ് എൻ്റെ സ്ഥലം. ശ്രീ ഉപാസന എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമാണ് എൻ്റേത്. ഞാനൊരു മൂകാംബിക ഉപാസകയാണ്. അതോടൊപ്പം തന്നെ ബാബയുടെ ഒരു ഭക്ത കൂടിയാണ്. പല മിറാക്കിൾസും ഞാൻ ഈ ചാനലിൽ കൂടെ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് എൻ്റെ ഒരു അനുഭവവും, ഇത് എൻ്റെ അനുഭവം എന്നല്ല പറയാനുള്ളത്, എൻ്റെയും എൻ്റെ മോളുടെ കുടുംബത്തിൻ്റെയും അനുഭവമാണിത്. ഇത് സംഭവിക്കുന്നത് കോവിഡ് കാലത്താണ്. കോവിഡ് കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാമല്ലോ, ഒന്നും ഒരു കാര്യവും നടക്കില്ല, ആർക്കും വീട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മകളും കുടുംബവും സിംഗപ്പൂരായിരുന്നു. ധാരാളം ചൈനക്കാർ സിംഗപ്പൂരുണ്ട്. ഏകദേശം സിംഗപ്പൂരിലത്തെ നാട്ടുകാരെ എന്ന് പറയുന്നത് കൂടി ചൈനക്കാരായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെയൊരു സ്ഥിതിയാണ്. അപ്പോൾ എൻ്റെ മരുമകൻ അവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ മരുമകൻ്റെ ജോബ് പെർമിറ്റ് റിന്യൂ ചെയ്യേണ്ട സമയമായി. അതായത് കോവിഡ് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അവർക്ക് റിന്യൂ ചെയ്യേണ്ട ഡേറ്റ് ആയത്. അപ്പോൾ ആ ഓഫീസിൽ പോയി റിന്യൂ ചെയ്യാൻ നോക്കിയപ്പോൾ പറഞ്ഞു, യാതൊരു നിവൃത്തിയില്ല, ഇപ്പോൾ വിദേശികൾക്ക് ഒന്നും റിന്യൂ ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം ഇവിടെയുള്ളവരുടെ ജോബ് പെർമിറ്റ് തന്നെ ധാരാളമുണ്ട്, അത് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ടാവുമ്പോഴേക്കും ഏകദേശം 3-4 മാസം ആവും. അപ്പോൾ അവിടെ ജോബ് പെർമിറ്റ് ഇല്ലാതെ തുടരാനും സാധ്യമല്ല. എൻ്റെ മോള് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അമ്മേ, വളരെ വലിയ പ്രോബ്ലമാണ്, ഇവിടെ ജോബ് പെർമിറ്റ് ഇല്ലാതെ നിൽക്കാനും പറ്റില്ല. എൻ്റെ മരുമകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ബാംഗ്ലൂരാണ്. അപ്പോൾ അവർക്ക് പോകേണ്ടത് ബാംഗ്ലൂരിലേക്കാണ്. അപ്പോൾ ഇവർ ആദ്യം സിംഗപ്പൂരിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ വർക്ക് ചെയ്തിരുന്നത് ബാംഗ്ലൂരിൽ തന്നെയാണ്. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് ആഴ്ചയിൽ 2 ഫ്ലൈറ്റേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ നോക്കിയപ്പോൾ 5000 ആണ് ഇവരുടെ നമ്പർ. 5000 പേര്, ഈ 4997 പേര് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുള്ളൂ. ഒരു ഫ്ലൈറ്റിൽ ഏകദേശം ഒരു 300 പേര് എന്ന് കണക്കാക്കിയാൽ കൂടെ 600 പേര്. എത്ര കാലം എടുക്കും? അവിടെ ജോബ് വിസ ഇല്ലാതെ ഇരിക്കാനും പറ്റില്ല. മാത്രമല്ല വീടിൻ്റെ വാടക ലക്ഷങ്ങളായിരിക്കുമല്ലോ, അപ്പം അതും ഉണ്ടാക്കേണ്ടി വരും. അതുപോലെ കുട്ടിയുടെ വിദ്യാഭ്യാസം. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ധ്യാനത്തിലിരുന്നപ്പോൾ എനിക്ക് ബാബ എൻ്റെ മോളുടെ വീട്ടിൻ്റെ പൂജാമുറിക്ക് അടുത്തായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ദർശനം കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ മോളെ വിളിച്ച് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, മൂകാംബിക അമ്മി ദേവിയും, അവളും വലിയൊരു മൂകാംബിക ഭക്തയും സായി ഭക്തയാണ്. അപ്പോൾ മൂകാംബിക അമ്മയുണ്ട് നിൻ്റെ ഗൃഹത്തിൽ, ബാബി നിൽക്കുന്നത് എനിക്ക് കാണുന്നുണ്ട്, വെളുത്ത വസ്ത്രം ധരിച്ച് കാണുന്നുണ്ട്, നീ ധൈര്യമായിരിക്കുക, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടും. അത്ഭുതം എന്നേ പറയാനുള്ളൂ. അടുത്ത ദിവസം ഇവർ മോളുടെ TC വാങ്ങാനായിട്ട് പോയപ്പോൾ ഓഫീഷ്യൽസ് പറഞ്ഞു, ഒരു ടേമിലെ ഫീസ് അടച്ചാലേ TC തരാൻ പറ്റുള്ളൂ. വല്ലാത്ത വിഷമായി എന്ന് പറഞ്ഞാൽ പോരാ, ഇത്രയും, അതായത് ഒരു ടേമിലത്തെ ഫീസ് തന്നെ ഏകദേശം 2 ലക്ഷത്തോളം വരും, മോർ ദാൻ ദാറ്റ് അത് വരും. അപ്പോൾ ആദ്യം എന്നെ വിളിച്ചു, അമ്മ ഇങ്ങനെ എന്താ ചെയ്യുക ചോദിച്ചു. വഴി കാണിച്ചു തരും ബാബാ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവർ താമസിക്കുന്ന ആ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ ഉള്ളതിൽ തന്നെ ഉള്ള ഒരാൾ പറഞ്ഞു, എനിക്ക് ഈ സ്കൂളിലത്തെ ഡയറക്ടറെ അറിയാം, പോയിക്കോളൂ, അയാൾ വേണ്ടത് ചെയ്തു തരും എന്ന് പറഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ പോയി ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഇല്ല, ഞങ്ങൾ ഇങ്ങനെ ടേം ഫീസൊന്നും വാങ്ങില്ല, നിങ്ങൾ യാത്ര ചെയ്യുന്നതിൻ്റെ അവസാനത്തെ ക്ലാസ് വരെ അറ്റൻഡ് ചെയ്തോട്ട് ആ ദിവസം ഞാൻ TC കൊടുക്കാൻ ഏർപ്പാടാക്കാമെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു,
ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ബാംഗ്ലൂർക്കാണ് പോകേണ്ടത്, അവിടെ 5000 ഞങ്ങളുടെ രജിസ്റ്റർ, എത്ര കാലമാകും എന്ന് ഞങ്ങൾക്ക് അറിയില്ല, എങ്ങനെ ഇവിടെ തുടരുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിങ്ങൾ അടുത്ത ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റിൽ ആദ്യത്തെ 3 ടിക്കറ്റ് നിങ്ങളുടേതായിരിക്കും. ആലോചിച്ച് നോക്കൂ, ആ സമയത്ത് എന്താ പറയേണ്ടത്, എങ്ങനെയാണ് ഞാൻ പറയേണ്ടത് എനിക്ക് അറിയില്ല. അപ്പോൾ അവർ ശരി എന്നൊന്നും, എനിക്ക് എംബസിയിലുള്ള ആളെ അറിയാം, നിങ്ങൾക്ക് പോവാമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടും പ്രശ്നം തീരുന്നില്ല. ഇവർക്ക് ടിക്കറ്റൊക്കെ റെഡിയായി. അടുത്ത ശനിയാഴ്ച ഇവർ അവിടുന്ന് പുറപ്പെട്ട്, ഈ കുട്ടി വെള്ളിയാഴ്ച വരെ ക്ലാസ്സിൽ പോയി TC വാങ്ങി എല്ലാം ശുഭമായി ഒരു പുറപ്പെടാനല്ലോ. പക്ഷേ ഇവർ സിംഗപ്പൂർക്ക് പോകുന്നതിന് മുമ്പ് ഇവരുടെ ഫ്ലാറ്റ് ഫുള്ളി ഫർണിഷ്ഡാണ്, എന്നാലും അത് വാടകയ്ക്ക് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് അവിടെയൊക്കെയാണെങ്കിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ. ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് വേറൊരു വീട് നോക്കാനോ അത് വീട്ടിലേക്ക് പോകാനോ സാധ്യമല്ല. വീട് എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവരുടെ അമ്മയും അച്ഛനും താമസിക്കുന്നുള്ളതാണ്, അവർക്ക് വയസ്സായവരാണ്. അവർ അപ്പോൾ കോവിഡ് ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വരുന്നതല്ലേ, അവരെ താമസിപ്പിക്കാൻ പാടില്ല എന്നാണ് നിയമം. ആ ഫ്ലാറ്റിലേക്ക് അനുവദിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ അച്ഛനും ഒരു രോഗിയാണ്. അപ്പോൾ അവരെ അവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് ഹോട്ടലിൽ, ഏതെങ്കിലും ഹോട്ടലിൽ ഇവർക്ക് താമസിക്കാം എന്ന് വെച്ചാൽ, എന്താ 15 ദിവസം മറ്റെയാണല്ലോ താമസിക്കേണ്ടിയിരുന്നത്. താമസിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി താമസിക്കുകയാണെങ്കിൽ ഉറപ്പ് കോവിഡ് വന്ന് പ്രശ്നമാവും. അവിടെയും ബാബ അനുഗ്രഹിച്ചു. ആ ആൾക്ക്, ആ വാടകയ്ക്ക് എടുത്തിരുന്ന ആൾക്ക് അടുത്ത ബിൽഡിങ്ങിൽ തന്നെ ഒരു വീട് കിട്ടി. ഇവർക്ക് ഫർണിഷ്ഡ് ആയത് കാരണം വളരെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാനില്ല, കുറച്ച് പാത്രങ്ങൾ മാത്രമേ കൊണ്ടുപോകാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാറ്റി. ഇവർ എത്തുന്ന ദിവസം, അതായത് ആ ശനിയാഴ്ച രാവിലെ അവർ വീടൊഴിഞ്ഞു കൊടുത്തു. ബാബയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം മംഗളമായ അനുഭവം. അതാണ് ഞാൻ പറയുന്നത്, ബാബയെ ഉറച്ചു വിശ്വസിക്കുക, ആ ദേവിയിൽ ഉറച്ചു വിശ്വസിക്കുക, നിങ്ങളുടെ ഇഷ്ടദൈവത്തിലും ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾക്ക് പരിഭ്രമം തോന്നിയേക്കാം, കാരണം ഞാൻ പറയാറുണ്ട്, ശങ്കരാചാര്യർക്ക് പോലും പിന്നാലെ ദേവിയുണ്ടോ എന്ന് സംശയം തോന്നിയിരിക്കുന്നു. അപ്പോൾ സാധാരണക്കാരായ നമ്മൾക്ക് തീർച്ചയായും ആ ഒരു ഇത് തോന്നും. അതൊന്നും കരുതണ്ട, നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. നിങ്ങൾ എന്ത് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നടക്കുക തന്നെ ചെയ്യും. സായിറാം 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 ശ്രീമാത്രേ നമഃ. ദേവി അനുഗ്രഹിക്കട്ടെ. ബാബയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശക്തി.